ഇനി കമ്മ്യൂണിറ്റി റൗണ്ട് അപ്പ്. കമ്മ്യൂണിറ്റി റൗണ്ട് അപ്പ് ആരംഭിക്കുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ബി ബോൾഡ് ഫോർ ചേഞ്ച് എന്ന സന്ദേശവുമായി ഫോമർ വിമൻസ് ഫോറം സെമിനാർ സംഘടിപ്പിച്ചു. ഫോമർ വിമൻസ് ഫോറം ചെയർ ഡോക്ടർ സാര ഈശോവിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ബീന മേനൻ, ഡോക്ടർ നിഷ പിള്ളൈ, ഡോക്ടർ ലീന ജോൺസ് തുടങ്ങിയവർ സെമിനാറിൽ സംബന്ധിച്ചു. ഫോമയുടെ ദേശീയ പ്രാദേശിക ഭാരവാഹികൾ സെമിനാറിൽ പങ്കെടുത്തു. ഫോമർ വിമൻസ് ഫോറത്തിന്റെ സജീവ പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാറ്റത്തിന് വേണ്ടി ധീരരാകൂ, ബി ബോൾഡ് ഫോർ ചേഞ്ച് എന്ന വനിതകളെ ആഹ്വാനം ചെയ്യുക എന്നതാണ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേയുടെ ഈ വർഷത്തെ പ്രമേയം. 1908 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ എന്ന ആശയം രൂപീകരിച്ചത്. ന്യൂയോർക്കിൽ നടന്ന വിമൻസ് റാലിയോടെയായിരുന്നു ഈ വിമൻസ് ഡേയുടെ ആരംഭം. ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും വിമൻസ് ഡേ ആഘോഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാം. സാങ്കേതികമായും ശാസ്ത്രപരമായും വനിതകൾ വളരെയധികം മുൻപോട്ട് പോയിരിക്കുന്നു. എങ്കിൽ ആ സ്ഥിതിക്ക് ഈ നൂറ്റാണ്ടിലും വനിതകൾക്ക് വേണ്ടി ഒരു പ്രത്യേക ദിനം മാറ്റിവെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയരാം. ഉണ്ട് എന്നതാണ് ഖേദകരമായ സത്യം. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പറ്റം സ്ത്രീജനങ്ങൾ, വളരെ പ്രൊഫഷണലി അച്ചീവ്ഡ് ആയിട്ടുള്ള സ്ത്രീജനങ്ങളുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഈ റീജിയനിൽ വെച്ച് ഫോമയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീജിയനാണ് എൻ്റെ റീജിയൻ. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതും ആ വുമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അതിന് മുൻകൈ എടുത്ത് നമ്മുടെ റീജിയനിൽ വെച്ച് തന്നെ ചെയ്യാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ഈ വർഷത്തെ വനിതാ ദിനത്തിന്റെ സന്ദേശം ബി ബോൾഡ് ഫോർ ചേഞ്ച്, ഒരു മാറ്റത്തിന് വേണ്ടി ശക്തമാവുക. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അതുതന്നെയാണ്. വിദ്യാഭ്യാസത്തിലെ കൈപിടിച്ച് ഒരു 10-30 വർഷം മുമ്പ് അവിടുത്തെ കുറേ പെൺമക്കൾ നോർത്ത് ഇന്ത്യയിലേക്കും അവിടെ നിന്ന് ഗൾഫിലേക്കും അമേരിക്കയിലേക്കും ഒക്കെ കുടിയേറി. അവർക്ക് ആദ്യകാലങ്ങളിൽ ഇവിടെ വന്നപ്പോൾ ഒഴുക്കുള്ള ഇംഗ്ലീഷിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, അവരുടെ ഒപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. കുറെ കുടുംബങ്ങളുടെയും ഒരു സമൂഹത്തിന്റെയും ഒരു നാടിന്റെയും തന്നെ മുഖച്ഛായ മാറിപ്പോയി. ഒരു മലയാളി പ്രവാസി പെൺ സമൂഹത്തിൽ നിന്നുകൊണ്ട് ബോൾഡ് ഫോർ ചേഞ്ച് എന്ന വിഷയത്തെക്കുറിച്ച് ആ അമ്മമാരെ, ചേച്ചിമാരെ, ആന്റിമാരെ ഒന്നും ഓർക്കാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. Very happy to introduce Dr. Leena Jones, who is currently working as the Global Medical Director at MetLife. She has successfully managed to navigate the complex health insurance world and bridge the gap between medical care and medical insurance complexities. Our skin color, നമ്മൾ വെളുത്തയാണോ കറുത്തയാണോ, ഒരു പെണ്ണ് ജനിച്ചാൽ അതിന്റെ നിറം എന്താണ്? Our skin color is a topic of high discussion as soon as we are born. Our ability to land a good husband rides on the number of melanin pigments on our skin. The lesser pigments, the brighter our skin color and brighter our prospects of landing a good husband. We are told that we are primary curry makers than we are salary makers, and that we will always have things that our brothers can do and we cannot do. That's what we are told. That's what's ingrained in our heads from the moment we are born. I was able to go back to teach dance, where dancing is meant for people that are full of joy, happiness, bliss. Here, dancing became a part of meditation for me. I request all women to take up one idea or your dream project. Think of it, dream of it, and live on that idea. Have the courage to pursue your dream idea. This will definitely lead you to success. ഇന്നിവിടെ ഒരു സഭാകമ്പം കൂടാതെ എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് is none other than my husband and my 2 boys. Agni is also the name of a series of India's lethal ballistic missiles. The latest Agni 5, which was tested a few months ago, is a deadly weapon. The solid foundation of India's missile defense system is led by an unassuming, a sari-clad, a mom-like woman, Tessie Thomas. Everybody, in short, the whole essence was be strong and stand up for yourself,
and be the change that you want to see the world to be. നിങ്ങളുടെ പിൻപിൽ, മുൻപിൽ, വശത്ത്, ഇടത്ത്, വലത്ത് ഒക്കെ നിന്ന് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ എന്നും ഉണ്ട് എന്ന് ആണ് ഇതിന്റെ അർത്ഥം. Give a big round of salute to all the men out here because they are the back support of all the women. ഇങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു 6 മെസ്സേജ് ഇവരെല്ലാവരും നൽകിയത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മാറ്റത്തിന് വേണ്ടി ശക്തരുമാകുക, അതാണ് ഇന്നത്തെ പ്രഖ്യാപിത സ്ലോഗൻ. പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും റോക്കലൻ മലയാളി അസോസിയേഷൻ്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് എൻ്റെ 4 വയസ്സുകാരി ഇളയ മകൾ തുമ്പി പറഞ്ഞു ഈസ് മൈ ഡാഡ് എന്ന് പറഞ്ഞപ്പോൾ 14 വയസ്സുള്ള എൻ്റെ മൂത്ത മോൾ അമ്മ പറഞ്ഞു നോ ഐ മേഡ് ഹിം ഡാഡ്. അപ്പം ആ ഒരു തലമുറയിലേക്ക് മുമ്പേ പറക്കുന്ന പക്ഷികളാണ് ഇന്നത്തെ സ്ത്രീകൾ. എല്ലാവർക്കും ചേഞ്ച് അവരവരുടെ രീതി അനുസരിച്ച് can be bold to change whatever they want to be changed. അത് ഒരു ഓരോ ഇൻഡിവിജ്വലൈസ്ഡ് ക്രൈറ്റീരിയ. സാൻ ഫ്രാൻസിസ്കോയിൽ സർഗവേദി എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കാട്ടുകുതിര നാടകം അവതരിപ്പിച്ചു. എവർഗ്രീൻ വാലി ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിന് മുൻപാകെയാണ് SL പുരം സദാനന്ദൻ്റെ രചനയിൽ പിറന്ന നാടകത്തിൻ്റെ പുനരാവിഷ്കാരം നടന്നത്. ജോൺ കൊടിയൻ സംവിധാനം ചെയ്ത നാടകത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സാൻ ഫ്രാൻസിസ്കോ മേഖലയിൽ താമസിക്കുന്ന വിവിധ മലയാളി കലാകാരന്മാരാണ്. വളരെ നന്ദി. എൻ്റെ വയസ്സിൻ്റെ ഏതാണ്ട് ഒക്കുന്ന വിധത്തിൽ വളരെ പഴയ മട്ടിൽ കവിത എഴുതുന്ന ആളാണ്. രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ട ഇതെന്നും കേൾക്കേണ്ടതല്ലേ രാമൻ നായരെ? ഇതങ്ങനെ എന്നും കേൾക്കണതല്ല. വെല്ലോടത്തും പോയി കല്യാണവും കഴിച്ച് അച്ഛനെയും പൊറപ്പിച്ച് ജീവിക്കണ്ട മനുഷ്യന്. അങ്ങനെ എല്ലാ ദിവസവും തമ്പുരാട്ടി കുളിക്കാൻ കുളത്തിലോട്ടിറങ്ങുമ്പോ അച്ഛൻ തന്നെ അല്ലെ അച്ഛൻ ചെത്താനായിട്ട് തെങ്ങയിലാട്ട് കയറുമ്പോ തമ്പുരാട്ടി കുളത്തിലിറങ്ങും. എടി പാലക്കാട്ട് എന്നിട്ട് എങ്ങാട്ട് പോണം? അതോ ഇനി പാലക്കാട് വരെ പോകണ്ടേ? നിങ്ങൾക്ക് ഇതെന്നാ പറ്റി അടുക്കളയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പാലക്കാട്ട് പോണ കാര്യം പറയണത്? എടി ഇതുങ്ങള് പാവ, ഇതുങ്ങൾക്ക് പളനി പോണം. പാലക്കാട് പോകാതെ വല്ല മാർഗവും ഉണ്ടാ? പഴനിക്ക് പോകാനുള്ള വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. എങ്ങനെ? ഷാപ്പിലെ മുറിക്കണക്കാണേ ചോദിക്കണം. ഷാപ്പിലെ കണക്കനുസരിച്ചൊരു 20 കഷ്ണം കിട്ടും. പോലെ ചാരായം മാറ്റാനല്ലേ വാങ്ങിച്ചത്? ഓ, ഞാനിവിടെ ചാരായം മാറ്റിയോ? ചക്കക്കുരു ഉറക്ക് എന്നെ എങ്കിലും അങ്ങോട്ട് ചെയ്യും. നിന്നെ കൊണ്ട് എന്നാ കഴിയും? എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കാണിച്ചു തരാം. എത്ര കേട്ടാലും മതിവരാത്ത മഞ്ഞു പോലുള്ളൊരു പെണ്ണ് എന്ന അതിമനോഹരമായ ഒരു ഗാനം ഈ നാടകത്തിന് വേണ്ടി രചിക്കുകയും കൊറത്തി കല്യാണിയായി നിങ്ങളുടെ മനം കവരുകയും ചെയ്ത ശ്രീമതി ബിന്ദു TG.
ആ മനോഹര ഗാനത്തിന് ഈണം പകരുകയും പശ്ചാത്തല സംഗീതം നാടകത്തിനായി ഒരുക്കുകയും ചെയ്ത സംഗീത സംവിധായകൻ ശ്രീ ബിനു ബാലകൃഷ്ണൻ. മഞ്ഞുപോലൊരു പെൺകുട്ടിയെ തൻ്റെ മധുര ശബ്ദത്താൽ നിങ്ങളിലേക്ക് ആവാഹിച്ച ബേ ഏരിയയിലെ നമ്മുടെ പ്രിയങ്കരിയായ ഗായിക റീമ പിള്ള. ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങൾ ഇനിയും സർഗവേദി ഇവിടെ കൊണ്ടുവരും എന്ന് ഉറപ്പ് വന്നുകൊണ്ട് ഞാൻ എൻ്റെ ആ ചെറിയ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നത് നിങ്ങളോട് എല്ലാവരോടുമാണ്. ഈ നാടകം മുഴുവൻ നേരവും ഇരുന്ന് കണ്ട നിങ്ങളെയും ഈ ടിക്കറ്റ് എടുത്ത് ഇവിടം വരെ വന്ന് ഇന്ന് ഈ സായാഹ്നം ഇതിനുവേണ്ടി ചെലവഴിച്ച എല്ലാവരോടും ഞാൻ പ്രത്യേകം എൻ്റെ പേരിലും സർഗവേദിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഫിലഡൽഫിയ എക്യുമെനിക്കൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സെയിൻറ്റ് തോമസ് ദേവാലയത്തിൽ അഖില ലോക പ്രാർത്ഥനാ ദിനം ആചരിച്ചു. 600-ലധികം വിശ്വാസികൾ പ്രാർത്ഥനാ ദിനത്തിൽ പങ്കുചേർന്നു. ഫിലിപ്പീൻസ് സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കഷ്ടത അനുഭവിക്കുന്ന ഫിലിപ്പീൻസിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ധനശേഖരണവും നടത്തപ്പെട്ടു. വൈദികരുടെ ആശീർവാദത്തോടെ നടന്ന ചടങ്ങിൽ സിസ്റ്റർ ജോസ്ലിൻ MD മുഖ്യപ്രഭാഷണം നടത്തി. This year's theme, Am I Unfair to You, from the Gospel of Matthew, is worth reflecting. And from these presentations and reflections, we heard a lot about unfairness. This is an event that is held worldwide, which fosters fellowship among women and unites Christians of all denominations toward a closer ecumenical dialogue and union. I would like to start by saying that I was moved to tears by the choir right now, so I will hope to keep it together. ഓരോ പ്രാവശ്യവും നമ്മുടെ എക്യുമെനിക്കൽ ഫെലോഷിപ്പിൻ്റെ പരിപാടി നടക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ശക്തി എന്തുമാത്രമാണ് എന്ന് അറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം മാത്രമല്ല, വോളിബോൾ ടൂർണമെൻറ്റോ അല്ലെങ്കിൽ ബൈബിൾ കലോത്സവമോ 5K റണ്ണോ ഈ ഇന്ന് നടന്ന ഈ വേൾഡ് പ്രയറോ ഈ ഏത് പ്രത്യേക പരിപാടി എടുത്താലും, in all these programs we have seen one thing very, very clearly. My employer filed a complaint against me for theft. She accused me of stealing her daughter's earrings. We shall go out from strength to strength, Lord. We shall go out and tell our stories boldly, tales of a love that will not let us go. Within the vision of new life in Christ, we'll give a voice to those who have not spoken. പിന്നെ നാം എന്ത് ചെയ്യും? ശരിയാണ്, നായ്ക്കുട്ടികൾക്കൊപ്പമല്ലേ ഇസ്രായേൽ സ്ത്രീയുടെ സ്ഥാനം? ആര് പറഞ്ഞു? യഹോവ സ്ത്രീയെ സൃഷ്ടിച്ചത് അത്ര നികൃഷ്ട ജന്മമായിട്ടല്ല. ഏതേനിൽ ആദത്തിനോടൊപ്പമായിരുന്നു അവളുടെ സ്ഥാനം. പുത്രന്മാർ ഇല്ലായിരുന്നു. പിതാവിന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്നത് സ്ത്രീകളായ ഞങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പിതാവിന്റെ ഓഹരി ഞങ്ങൾക്ക് നൽകണം. പ്രഭു, പുത്രിമാരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിന്റെ അവകാശം നൽകണം. പിതാവിന്റെ ഓഹരിക്ക് മക്കളാണ് അവകാശം. ഇവരുടെ അപ്പന്റെ ഓഹരി ഇവർക്ക് തന്നെ നൽകണം. ദൈവത്തിന്റെ കടാക്ഷം ഈ കുഞ്ഞുങ്ങളുടെ മേൽ എന്നും ഉണ്ടാവും.
US വീക്ക്ലി റൗണ്ടപ്പിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ അമേരിക്കൻ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം അടുത്തയാഴ്ച ഇതേ സമയം. നന്ദി, നമസ്കാരം.